തിരുവനന്തപുരം നഗരസഭയിൽ നിന്നുമുള്ള ഒരു കൈക്കൂലി കഥയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. CPM ആണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത്, നമുക്കെല്ലാം അറിയാം. മേയർ ആര്യ രാജേന്ദ്രനാണ് അവിടെ ആ നഗരസഭയുടെ അധ്യക്ഷ. ഇന്ന് അവിടുത്തെ ഒരു CPMന്റെ കൗൺസിലർ കൈക്കൂലി വാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഒരു മാധ്യമം പുറത്തുവിട്ടു. ഇതോടെ CPM വലിയ രീതിയിൽ പ്രതിരോധത്തിലായി. തുടർന്ന് ഗതികെട്ട് ആ കൗൺസിലറെ രാജിവെപ്പിച്ചു, രാജി എഴുതി വാങ്ങിച്ചു. പിന്നീട് പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അങ്ങനെ തൽക്കാലത്തേക്ക് മുഖം രക്ഷിച്ചിരിക്കുകയാണ് CPM. ഇത് തിരുവനന്തപുരം നഗരസഭയിലെ മുട്ടത്ര എന്ന് പറയുന്ന വാർഡിലെ കൗൺസിലറായ B രാജേന്ദ്രനാണ് ഇത്തരത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ കൈക്കൂലി ജനങ്ങളോട് ചോദിച്ചു വാങ്ങിയിരിക്കുന്നത്. അത് എന്തിനാണ് എന്നറിയുമ്പോഴാണ് ഏറെ രസകരം. മുട്ടത്തറയിലെ ഒരു പ്രദേശത്ത് ഏതാണ്ട് 20ഓളം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് അവിടെ ഈ 20 ആളുകൾ ഉപയോഗിക്കുന്ന ഒരു റോഡുണ്ട്. നമുക്കെല്ലാം അറിയാം, നഗരസഭകളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള റോഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന പോലെ അത് റോഡ് വൃത്തിയാക്കി ഇന്റർലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് അനുവദിച്ചു. ഏതാണ്ട് 12.5 ലക്ഷം രൂപയാണ് അതിന് അനുവദിച്ചത്. ആ തുക അനുവദിച്ച് അതിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പറയുന്ന അവിടുത്തെ ഈ റോഡിന്റെ ഉപയോക്താക്കളായ 20 പേരിൽ നിന്നും അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഈ പറയുന്ന B രാജേന്ദ്രൻ 1 ലക്ഷം രൂപയാണ് കൈക്കൂലിയായിട്ട് ആവശ്യപ്പെട്ടത്. ഇവരെയെല്ലാം നിരന്തരം വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഈ B രാജേന്ദ്രൻ. അങ്ങനെ അവരെല്ലാം ഈ 1 ലക്ഷം കൊടുക്കാമെന്ന് ആദ്യം സമ്മതിച്ചു. പിന്നീട് ചില വിലപേശലുകളും ഒക്കെ നടത്തി അത് 75,000 രൂപയിലേക്ക് കുറയ്ക്കുന്നുണ്ട്. ഇതിൽ ഏതാണ്ട് 30,000 രൂപ ഈ പ്രദേശവാസികൾ, ഈ റോഡ് ഉപയോഗിക്കുന്നവരെല്ലാം കൂടി ചേർന്ന് 30,000 രൂപ ഈ B രാജേന്ദ്രനെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത അറിഞ്ഞ് ഒരു മാധ്യമം, ഒരു ചാനൽ ഇതുപോലെ ഈ രാജേന്ദ്രനെ സമീപിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ കൈക്കൂലി പുറത്തു കൊണ്ടുവരികയുമായിരുന്നു. ഈ പറയുന്ന പോലെ ആ ചാനലിലെ റിപ്പോർട്ടറിൽ നിന്നും ഏതാണ്ട് 5,000 രൂപ B രാജേന്ദ്രൻ ഒരു കൂസലുമില്ലാതെ എണ്ണി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ആ ചാനൽ പുറത്തുവിട്ടത്. ഇതോടുകൂടിയാണ് ഈ B രാജേന്ദ്രന്റെ കൈക്കൂലി കഥ പുറം ലോകം അറിയുന്നത്. അത് പാർട്ടിയെ വലിയ രീതിയിൽ നാണക്കേടിലേക്ക് തള്ളിവിട്ടു. ഉടൻ തന്നെ ജില്ലാ സെക്രട്ടറിയായ വർക്കല MLA V ജോയ് അദ്ദേഹം ഇടപെട്ടു. മേയർ ആര്യ രാജേന്ദ്രൻ ഇടപെട്ടു. മുതിർന്ന നേതാവ് വിജയകുമാർ ഇടപെട്ടു. അങ്ങനെ അവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ പറയുന്ന B രാജേന്ദ്രനിൽ നിന്നും കൗൺസിലർ സ്ഥാനത്ത് നിന്നുള്ള രാജി ചോദിച്ച് അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് എഴുതി വാങ്ങിപ്പിച്ചു. പിന്നീട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു നടപടിയിലേക്കും CPM പോയിട്ടുണ്ട്. എന്തായാലും CPMന്റെ ജനപ്രതിനിധികളുടെ ഒരു തനി കോണം എന്ന് തുറന്നു കാണിക്കുന്ന ഒരു സംഭവമാണിത്. അഴിമതിക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന, അഴിമതിക്കാരെ കയ്യാമം വെച്ച് നടത്തിക്കുമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഒരു കേരളമാണുള്ളത്. അവിടെ തിരുവനന്തപുരം പോലെ ഈ പറയുന്ന തലസ്ഥാന ജില്ലയിലെ നഗരസഭയിലാണ് CPMന്റെ ഒരു അംഗം ഇതുപോലെ യാതൊരു ഉളുപ്പുമില്ലാത്ത രീതിയിൽ, യാതൊരു മനസാക്ഷി കുത്തുമില്ലാത്ത രീതിയിൽ ഏതാണ്ട് 12 ലക്ഷം രൂപയുടെ ഒരു റോഡ് പണിക്ക് അവിടുത്തെ ആ ജനങ്ങളോട് തന്നെ കൈക്കൂലി വാങ്ങുന്നത്. സാധാരണ നമുക്കെല്ലാം അറിയാം, ഇത്തരത്തിൽ നഗരസഭയാണെങ്കിലും ഈ ഗ്രാമപഞ്ചായത്തുകളാണെങ്കിൽ പോലും ഒരു വാർഡ് മെമ്പർ നടത്തുന്ന ഒരു പണിക്ക് അദ്ദേഹത്തിന് മോശമല്ലാത്ത രീതിയിലുള്ള ഒരു തുക കിട്ടുന്നുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ 12 ലക്ഷം രൂപയുടെ ഒരു പണിയിൽ എത്രത്തോളം രൂപയെ കൗൺസിലർക്ക് കിട്ടും എന്നുള്ള കാര്യം നമുക്കെല്ലാം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ആ റോഡ് ഉപയോഗിക്കുന്നവരിൽ നിന്നും നിർബന്ധിച്ച് അവരെ ഭീഷണിപ്പെടുത്തി 1 ലക്ഷം രൂപയുടെ കൈക്കൂലി ഈ പറയുന്ന മഹാൻ ചോദിച്ചു വാങ്ങുന്നത്. മുൻപും സമാനമായ രീതിയിൽ ഇയാള് ഇത്തരത്തിൽ നിരവധി തരത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ ഇയാൾക്കെതിരെയുണ്ട്. എന്നാൽ പാർട്ടി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ജാഗ്രത സ്വീകരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ജാഗ്രത പുലർത്തുകയോ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തുകയോ അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല. അദ്ദേഹത്തെ കയറൂരി വിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തിന് പിടി വീണിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി CPMന്റെ കൗൺസിലർമാർക്കെതിരെ അവിടെ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം അഴിമതി ആരോപണങ്ങളുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ മൊത്തത്തിൽ തന്നെ പല
മേഖലകളിലും പല കാര്യങ്ങളിലും വഴിവിട്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ നടത്തുന്നതായിട്ട് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തുവരികയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഒരു കൗൺസിലർ, CPM തന്നെ ഒരു കൗൺസിലർ ഇത്തരത്തിൽ പട്ടാപ്പകൽ കൈക്കൂലി എണ്ണി മേടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അഴിമതിക്കെതിരെ പ്രസംഗിക്കുന്ന, അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തുന്ന ഒരു പാർട്ടി, അതിലെ ഏറ്റവും ചെറിയൊരു കണ്ണിയാണ്. വളരെ ചെറിയ ഒരു സംഭവം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ നൂറുകണക്കിന് സംഭവങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട്, അടുത്ത ഭരണം മാറുന്നതിന് മുന്നോടിയായിട്ട് പരമാവധി കാശ് കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ CPM-ന്റെ ഒക്കെ തന്നെ ജനപ്രതിനിധികൾ മുന്നോട്ട് പോകുന്നത്. അത് ഏറ്റവും ഒടുവിൽ പാർട്ടിക്ക് ഒരു തിരിച്ചടിയായിട്ട് തന്നെ മാറിയിരിക്കുന്നു. എലിവിലിൽ വീണ എലിയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ. വലിയ രീതിയിൽ ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് CPM. മുഖം രക്ഷിക്കാനായിട്ട് ധൃതി പിടിച്ചുകൊണ്ട് ഒരു നടപടിയെടുത്ത് ഞങ്ങൾ എന്തോ വലിയ സംഭവം കാണിച്ചു, മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്നൊക്കെയാണ് വിജയകുമാർ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രതികരിച്ചത്. മേയർ ആര്യ രാജേന്ദ്രനും പറഞ്ഞത് പാർട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊന്നും പിന്തുണയ്ക്കാറില്ല, സുതാര്യമായ പ്രവർത്തനം നടത്തണമെന്നാണ് പാർട്ടി എല്ലാവരോടും പറയുന്നത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ടൊക്കെ തന്നെ ചെയ്തു, അതുകൊണ്ട് പുറത്താക്കുന്നു എന്നാണ്. ഇപ്പോൾ 4.5 വർഷമായിരിക്കുകയാണ് ഈ തിരുവനന്തപുരം നഗരസഭയിലെ CPM-ന്റെ ഭരണം തുടങ്ങിയിട്ട്. ഇതിനിടയ്ക്ക് ഇയാൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കൈക്കൂലിയൊക്കെ വാങ്ങുകയും ഒക്കെ ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഏറ്റവും ഒടുവിൽ ഇപ്പോഴാണ് ഈ സംഭവമൊക്കെ പാർട്ടി അറിയുന്നത്. അപ്പോൾ പാർട്ടി എവിടെയാണ് ശ്രദ്ധിക്കുന്നത്? പാർട്ടി ജനപ്രതിനിധികളിലും ഒക്കെ തന്നെ, സ്വന്തം ജനപ്രതിനിധികളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഓഡിറ്റിങ് എന്തുകൊണ്ട് ഈ CPM-നെ പോലൊരു പാർട്ടിക്ക് ഇല്ലാതെയാകുന്നു? ജനപ്രതിനിധികൾ കൈയിട്ട് വാരട്ടെ, അവർ പരമാവധി ഈ അവരുടെ അവസരം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം സമ്പാദിച്ച് അവർ പുഷ്ടിക്കട്ടെ എന്നൊരു തീരുമാനമാണോ പാർട്ടിക്കുള്ളത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.